ഹൂത്തി ആക്രമണം ടെല്ലവീവിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുതുതായിട്ട് വരുന്നത്. ഹൂത്തികൾ ജെറുസലേമും ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ജെറുസലേമിലേക്കും അവരുടെ ആക്രമണം എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. IDFൻ്റെ കൃത്യമായ പ്രതിരോധങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഹൂത്തികൾ ജെറുസലേം, ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ഇസ്രായേൽ കരുതുന്ന ജെറുസലേമും ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇസ്രായേലിലെ ഏത് നഗരവും ഹൂത്തികളുടെ കൺവെട്ടത്താണ്, അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ പതിയാതിരിക്കുന്നില്ല. കൃത്യമായ ആക്രമണം. ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ മുഴുവൻ ഏത് സമയവും ആക്രമിക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കുന്നത്. ഹൂത്തികൾ എന്ത് ചെയ്യും, എങ്ങനെ പ്രതിരോധിക്കുമെന്നതിനെക്കുറിച്ച് ഇസ്രായേലിന് യാതൊരു ആശയവുമില്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ആക്രമണം പോലെയോ അല്ലെങ്കിൽ ഹമാസിൽ നിന്നുള്ള ആക്രമണം പോലെയോ ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. ഇസ്രായേൽ ഗസയിലും ബെയ്റൂത്തിലും വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. ഈ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണം മാത്രമേ ഉള്ളൂ. തങ്ങൾ മറ്റുള്ളവരെ കൊല്ലുകയും വധിച്ച് നാട് കീഴടക്കുകയും ചെയ്ത വ്യോമാക്രമണത്തിലൂടെ തങ്ങളുടെ അവസാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ IDFും ഇസ്രായേലും നോക്കുന്നത്. കാരണം ഹൂത്തികളുടെ ആക്രമണം എപ്പോൾ വരും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഒരു കൊച്ചു രാജ്യം മുഴുവനും ജനങ്ങളായി തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഒക്ടോബർ 7 ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, അതായത് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ എന്ന രാജ്യം ഒരു ഡെഡ് സോണിലേക്ക് പോയിരിക്കുന്നു. കാരണം അവർക്ക് അവരുടെ ഒരു സംവിധാനങ്ങളും ഉണർത്താൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് വ്യാപാര വാണിജ്യ സംവിധാനങ്ങൾ. ഇപ്പോൾ കപ്പൽ ഗതാഗതത്തിൻ്റെ കാര്യം എടുത്താൽ കപ്പൽ ഗതാഗതം ഹൂത്തികളിൽ നിന്ന് മാത്രം തകരുകയും എലിയാത്ത് നഗരം ഡ്രൈ തുറമുഖമായി മാറുകയും ചെയ്തു. എലിയാത്ത് പോർട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഹൂത്തികൾ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം കൊണ്ടുവന്നാൽ പോലും ഇസ്രായേലിന് ഹൂത്തികൾക്കെതിരെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എല്ലാ തരത്തിലും ഇസ്രായേലിനെ പൂട്ടുകയാണ്. അതിനിടയിലാണ് ഈ സന ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൂത്തികളുടെ എയർപോർട്ട് ഇസ്രായേൽ ആക്രമിച്ചത്. അതിന് പകരമായിട്ടിപ്പോൾ തിരിച്ചുള്ള ആക്രമണങ്ങൾ ജെറുസലേം അടക്കമുള്ള നഗരങ്ങളിലേക്ക് ഹൂത്തികൾ നടത്തുകയാണ്. വലിയ തരത്തിൽ ജെറുസലേമും ഇസ്രായേലിൻ്റെ ഏത് ഭാഗവും ആക്രമിക്കാനുള്ള ശക്തി ഹൂത്തികൾക്കുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഭയപ്പെടുകയാണ്. അമേരിക്കയുടെ താഡ് സംവിധാനത്തിന് പോലും ഹൂത്തികളുടെ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കയുടെ നാളുകളാണ് വരാനിരിക്കുന്നത്.